നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പിടിയാനയുടെ പിൻകാലിനാണ് ഇന്ന് പുലർച്ചെ റെയിൽവേ ട്രാക്ക് കോട്ടക്കാടുള്ള റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ട്രെയിൻ ഇടിച്ച് പരിക്ക് പറ്റിയത്. ഒരു 6-7 ആനക്കൂട്ടം ഒരുമിച്ച് ഈ റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. അതിൻ്റെ പിൻകാലിന് പരിക്കുണ്ട്. അതിപ്പോൾ കാട്ടിനുള്ളിൽ തളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഏതായാലും ഡോക്ടർമാരൊക്കെ എത്തി കൂടുതൽ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ആനയെ നിരീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ ആനയുടെ ഒരു അവസ്ഥ നിലവിലിപ്പോൾ നമുക്കിങ്ങനെ നിൽക്കാം. ആനയ്ക്ക് അധികം നടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിലാണ്. എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മണിയോളം ആ ടൈം ആകുമ്പോഴാണ് ഈ ട്രെയിനിൽ തട്ടി ഒരാന കാലിന് വയ്യാതായും ബാക്കിയുള്ള 2 ആനകൾ ഏകദേശം കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയി. ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. പിന്നെ നിലവിലേക്കായപ്പോൾ എല്ലാ നാട്ടുകാരും എണീച്ച് വന്ന് നോക്കുമ്പോഴായിരുന്നു ഈ ഒരു ആന മാത്രം ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. ബാക്കിയുള്ളതിനെല്ലാം അവർ കാട്ടിലേക്ക് പറഞ്ഞ് പടക്കമൊക്കെ പിടിച്ചിട്ട് അടിവിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6-6:15 ആ സമയത്തോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്തടുത്ത് വരുന്നതോറും അത് കണ്ട് പേടിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ആന ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു. ചെറിയ രീതിയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.